പേരാമ്പ്ര സ്വദേശി അനുവിൻ്റെ മരണത്തിൽ പിടിയിലായത് കൊണ്ടോട്ടി സ്വദേശി മുജീബാണെന്നറിയുന്നു. മുജീബ് മോഷണം, ബലാത്സംഗം ഉൾപ്പെടെ 55 കേസുകൾ പ്രതിയാണ്. അനുവിനെ കൊലപ്പെടുത്തിയത് തോട്ടിലേക്ക് തള്ളിയിട്ട ശേഷം വെള്ളത്തിൽ മുക്കിയെന്ന് പോലീസ് പറയുന്നു. കൊലപാതകത്തിന് ശേഷം ആഭരണങ്ങൾ പ്രതി കവർന്നു, എന്നിട്ട് പ്രതി കടന്നു കളഞ്ഞു. അനുവിൻ്റെ സ്വർണം കണ്ടെടുക്കാൻ പോലീസ് നീക്കം ആരംഭിച്ചു. രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകും. വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമാണല്ലോ, കുറച്ച് സ്വർണം അപഹരിക്കാൻ വേണ്ടി ഒരു ആളിൻ്റെ ജീവൻ കളയുക. പറയൂ രാഹുൽ സുരേഷ്, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. പേരാമ്പ്ര അനു കൊലക്കേസിലെ പ്രതി കൊടും ക്രിമിനലാണ് എന്നാണ് പോലീസ് പറയുന്നത്. മുജീബ് ഏതാണ്ട് കൊലക്കേസിലെ മോഷണ കേസിലെയും ബലാത്സംഗ കേസിലെയും ഉൾപ്പെടെ 55 കേസിലെ പ്രതിയാണ് മുജീബ് എന്ന് പറയുന്നത്. ഈ കേസിൽ മട്ടന്നൂരിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കുമായാണ് പ്രതി പേരാമ്പ്രയിലേക്ക് എത്തുന്നത്. ഇതിനിടയിലാണ് ധൃതിയിൽ നടന്നു വരുന്ന അനുവിനെ പ്രതി ശ്രദ്ധിക്കുന്നത്. തുടർന്ന് അനുവിന് ലിഫ്റ്റ് നൽകി ബൈക്കിൽ കയറ്റിൽ കൊണ്ടുപോവുകയായിരുന്നു. ഒഴിഞ്ഞ പ്രദേശത്ത് എത്തിയപ്പോൾ ബൈക്ക് നിർത്തുകയും അനുവിനെ തോട്ടിലേക്ക് തള്ളിയിടുകയും ചെയ്തു. തുടർന്നാണ് മുട്ടപ്പം വെള്ളമുള്ള തോട്ടിൽ വെച്ച് അനുവിനെ മുക്കിക്കൊല്ലുന്നത്. തുടർന്ന് ഈ ആഭരണങ്ങൾ കവർന്ന ശേഷം ഈ മോഷ്ടിച്ചു കൊണ്ടുവന്ന ബൈക്കിൽ പ്രതി രക്ഷപ്പെടുകയായിരുന്നു. പ്രദേശത്ത് നിന്നും ശേഖരിച്ച CCTV ദൃശ്യങ്ങളാണ് ഈ കേസിൽ നിർണായകമായതെന്നും പോലീസ് പറയുന്നു. കണ്ണൂര്, കോഴിക്കോട്, മലപ്പുറം ജില്ലകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ഇന്നലെ വൈകിട്ടോട് കൂടിയാണ് ഈ പ്രതിയായ മുജീബിനെ പോലീസ് കണ്ടെത്തുന്നത്. ഇതിൽ ഇനി കണ്ടെത്താനുള്ളത് നഷ്ടമായ സ്വർണ്ണാഭരണങ്ങളാണ്. ഇത് സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ പോലീസ് ലഭിച്ചിട്ടുണ്ടെന്നാണ് പേരാമ്പ്ര DYSP തന്നെ വ്യക്തമാക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി പ്രതിയെ സംഭവ സ്ഥലത്ത് ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. മുമ്പും ഈ മോഷണത്തിന് വേണ്ടി പല സ്ത്രീകളെയും ബലാത്സംഗം ചെയ്യുകയും തുടർന്ന് ഈ ആഭരണങ്ങൾ മോഷ്ടിച്ച് കടന്നു കളയുകയുമാണ് പ്രതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഒന്നായി വരുന്നത്. അങ്ങനെയാണ് ഈ പേരാമ്പ്ര കൊലപാതകത്തിലേക്കും എത്തിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഓക്കെ, വല്ലാത്ത സങ്കടകരമായ വാർത്തയാണ്.